എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഈനോ അവളാണെങ്കിൽ ഇപ്പോൾ സർവൈലൻസ് റൂമിലേക്ക് വന്ന് എല്ലാവർക്കും ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈം കറക്റ്റ് സമയത്ത് അവരുടെ സിസ്റ്റത്തിൽ മറ്റേതോ ഒരു ക്ലാനിലുള്ള ആള് ഇപ്പൊ ലീവ് വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അവർക്ക് സിഗ്നൽ വരികയാണ്. അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. അവനെ റെഡ് കളറിൽ അവർക്ക് കാണാനായിട്ട് കഴിയും. ഈനോ ആണെങ്കിൽ ഇപ്പൊ ഞൊട്ടിയിടയിൽ സെക്യൂരിറ്റീസിന് അവന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കറക്റ്റായിട്ട് അവനെ ലോക്ക് ചെയ്യും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സായിയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ സൂം ഔട്ട് ചെയ്ത് ഈനോയെ കാണിക്കും. അവൾ ഹാപ്പി ആയിട്ട് ക്ലാപ്പ് ചെയ്യും. അവൾക്ക് ചുറ്റും ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ നിരന്ന് നിന്ന് ഈ കാഴ്ച കാണുകയാണ്. അവളാണെങ്കിൽ ഡീറ്റെയിൽ ആയി ആ സിസ്റ്റത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് ലീഫ് വില്ലേജിനെ മുഴുവനായിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു തരം സിസ്റ്റങ്ങളുടെ ശൃംഖല. ഇതിലൂടെ ആരെങ്കിലും ഈ വില്ലേജിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് കണ്ടെത്താനും അവരെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ഫോർത്ത് നിഞ്ച വാറിന്റെ സമയത്താണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അന്ന് ആക്ച്വലി ഇതിന് നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതിന് കുറെ കൂടെ അഡ്വാൻസ് പവറും മെയിൻ്റനൻസ് ഒക്കെ കൊടുത്ത് അല്പം കൂടെ എൻഹാൻസ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഇതിന്റെ പുതിയ അപ്ഗ്രേഡേഷൻ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റില് അനധികൃതമായിട്ട് വില്ലേജിലേക്ക് കയറി വന്ന ഒരുപാട് പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ വന്നവരെ റെഡ് കളറിലായിരിക്കും ഈ ഒരു ഡിവൈസ് നമുക്ക് കാണിച്ചു തരിക. ഫുൾ ടൈം ഈ ഒരു ഡിവൈസ് അത് ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു വലിയ ടെക്നോളജിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളെ ഇത് സഹായിക്കും. ഗ്രാമത്തിലേക്ക് പെർമിഷൻ ഇല്ലാതെ നുഴഞ്ഞു കയറിയവരെ കണ്ടെത്തുക, അവരെ കറക്റ്റായിട്ട് ഹൊക്കാഗെയുടെ അടുത്ത് കൊണ്ടുചെല്ലുക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ട്രെയിനിങ്. മറ്റൊരു ഭാഗത്ത് ഈനോജിനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെയും ഷിക്കഡയുടെ അടുത്തേക്ക് വരും. ഈനോജിൻ പറയും, ഞാനും എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷിക്കഡ ആണെങ്കിൽ ആരെയായിട്ട് എന്തോ വായിക്കുകയാണ്. അത് കണ്ട ബൊറൂട്ടോ ആ ബുക്ക് എന്താണെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഇതൊരു ബിങ്കോ ബുക്കാണ്. എനിക്ക് ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചെടുക്കണം. എങ്കിലും മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. ആ സമയം കഴിയുമ്പോൾ ഒരു സോൾജിയർ ഇപ്പോൾ ഈനോജിൻ്റെ അടുത്തേക്ക് വരും. ഈനോജിൻ, ഞാനാണ് ഇന്ന് നിന്നോടൊപ്പം ഈ ടെസ്റ്റ് മിഷനിൽ നിന്നോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് കേട്ട് ബൊറൂട്ടോയും കടയും അവർ രണ്ടുപേരും അവരെ വിഷ് ചെയ്ത് അവിടുന്ന് കടന്നു പോകും. ഈനോജിനാണെങ്കിൽ ആ സോൾജിയറോട് പറയും, ആക്ച്വലി എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അതിനാ സോൾജിയർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്റെ കോൺഫിഡൻസ് ലെവല് അത് കൂട്ടിക്കൊണ്ടുവരും. ഈനോജിനാണെങ്കിൽ അവന്റെ അമ്മയെക്കുറിച്ച് ചോദിക്കും. അതിനാ സോൾജിയർ പറയും, സത്യത്തില് ലേഡി ഈനോ അവരുടെ വളർച്ച എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. വെറും ഒരു പൂക്കടക്കാരിയായിരുന്ന ഈനോ വളരെ വേഗമാണ് ട്രെയിനിങ് ഒക്കെ എടുത്ത് ഒരുപാട് എബിലിറ്റിയും സ്കില്ലും ഉള്ള ഒരു ഷിനോബിയായി മാറിയത്. ഇന്ന് ഹൊക്കാഗെയോടൊപ്പം പവർ വരുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളുകളിലൊപ്പം തന്നെയാണ് അവരുടെ സ്ഥാനം. അതാണ് അവരുടെ സ്പെഷ്യാലിറ്റി. സോൾജിയർ ആണെങ്കിൽ ഈനോയെ കുറിച്ച് വർണ്ണിക്കുമ്പോഴായിരിക്കും വില്ലേജിന്റെ സൗത്ത് സൈഡിൽ ഏതോ ഒരു ഇൻക്ലൂഡർ കയറി പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ഇയർഫോണിലൂടെ അവൻ ഇൻഫർമേഷൻ കിട്ടുക. അവർ രണ്ടുപേരും ഇൻഫർമേഷൻ പാസ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഓടിയെത്തുകയാണ്. അതിനുശേഷം ഈനോജിനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഇൻക്ലൂഡറിനെ സെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൻ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ആ ഒരു സെൻസിങ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ആ ഒരു സോൾജിയർ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി അവനെ തന്നെ നോക്കും. ആ സോൾജിയർ ആണെങ്കിൽ അവൻ ടെൻഷൻ ആവുന്നത് കണ്ട് അവനെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വെറും ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആണ്, ടൈം എടുത്ത് റിലാക്സ് ചെയ്താൽ മതി എന്ന് പറയും. ഉടനെ അവനാണെങ്കിൽ സൂപ്പർ ബീ സ്ക്രോള് അതുപയോഗിച്ച് ഒരു ലയണിനെ പുറത്തേക്ക് എടുക്കും. പക്ഷേ അവന്റെ എയിം തെറ്റി അത് മറ്റൊരു ഭാഗത്തേക്കായിരിക്കും പോവുക. ഒരുപാട് കോഴികൾ എന്റെ നേർക്ക് ചാടി വരും. ഉടനെ മറ്റൊരു ഭാഗത്ത് നിന്ന് ബൊറൂട്ടോ പുറത്തേക്ക് വരികയാണ്. ഞാനാണ് നിന്റെ എനിമി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിന്റെ ഉന്നം അത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ചിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഈനോജിനാണെങ്കിൽ അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. ഈനോജിനാണെങ്കിൽ അവന്റെ അമ്മയുടെ മുൻപിൽ വന്ന് തല താഴ്ത്തി നിൽക്കും. അതിന് ഈനോ പറയും, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മിഷൻ അത് നിനക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും നിനക്ക് നല്ല കഴിവും പവറും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു കാരണവശാലും നിന്നെ പ്രഷർ ചെയ്യില്ല. നിനക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നീ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഈനോജിനാണെങ്കിൽ വീണ്ടും സാഡായിട്ട് പുറത്തേക്ക് വരും. അവന്റെ അടുത്തേക്ക് ഇപ്പൊ സായ് വന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ആക്ച്വലി നിന്റെ അമ്മയ്ക്ക് ഈ സെൻസിങ് പവർ ഒരുപാട് ഇഷ്ടമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ ഗ്രാൻഡ് പാ നന്നായിട്ട് ഈ സെൻസിങ് പവർ ഉപയോഗിക്കുമായിരുന്നു. ഞൊടിയടയിൽ സെൻസ് ചെയ്ത് പല കാര്യങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അവൾക്കും ഈ പവർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ എത്ര ഇഷ്ടം.
ഒരിക്കലും നിന്റെ അമ്മ ഒന്നിനു വേണ്ടിയും നിന്നെ പ്രഷർ ചെയ്യില്ല. നിന്റെ ഗ്രാൻഡ് പേയും അങ്ങനെ തന്നെയായിരുന്നു. ഫ്രീ ആയിട്ടുള്ള മൈൻഡിൽ മാത്രമേ പവറുകൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. ഞാനും നിന്നെ ഒന്നിനു വേണ്ടിയും പ്രഷർ ചെയ്യില്ല. നിന്റെ ഇഷ്ടത്തിന് നിനക്ക് എന്തും ചെയ്യാം, എന്തും തീരുമാനം എടുക്കാം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ സെൻസായി ആളാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഈ പേനോജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും പേനോജിനെ കാണാനില്ല. ഒരുപക്ഷെ അവൻ തോറ്റു പിൻവാങ്ങിയിട്ടുണ്ടാവും. കുഴപ്പമില്ല, എനിക്ക് എത്രയും വേഗം ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സോൾജിയർ ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഇനോജിൻ അവൻ ആ സോൾജിയറിനെ വിളിച്ച് അവിടേക്ക് ഓടിയെത്തും. സോറി, ഞാനൊരല്പം വൈകിപ്പോയി. എനിക്ക് എത്രയും വേഗം നന്നായിട്ട് സെൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. എനിക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് അതെനിക്ക് പറഞ്ഞു തരണം. ആ സോൾജിയറിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. സോൾജിയർ ആണെങ്കിൽ അവൻ അറിയാവുന്ന ചില ടിപ്സൊക്കെ ഇപ്പൊ അവന് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവൻ പതിയെ പതിയെ അവന്റെ സെൻസിങ് പവർ ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന രണ്ടുപേരെ അവൻ കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. അങ്ങനെ അവന്റെ ഗ്രോത്ത് അത് കൂടിക്കൂടി വരികയാണ്. അവനങ്ങനെ ഹാപ്പി ആയിട്ട് ഓരോരുത്തർ സെൻസ് ചെയ്യുമ്പോഴായിരിക്കും സെക്ടർ ബിയിൽ ചില ഇൻക്ലൂഡേഴ്സ് കടന്നു ഒരു ഇൻഫർമേഷൻ കിട്ടുക. അവരാണെങ്കിൽ ഒട്ടും തന്നെ സമയം കളയാതെ ആ ഭാഗത്തേക്ക് ഓടിയെത്തും. അവിടെയാണെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനോജിൻ സമയം കളയാതെ അവന്റെ പവർ വെച്ച് ഓരോരുത്തരായിട്ട് സെൻസ് ചെയ്യാൻ തുടങ്ങും. എല്ലാവരെയും ബ്ലൂ കളറിൽ തന്നെയായിരിക്കും അവന് കാണാൻ പറ്റുക. പാടിനൊടുവിൽ ദൂരത്തായിട്ട് റെഡ് കളറിൽ ഒരാളെ നമ്മുടെ ഇനോജിനാണെങ്കിൽ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യും. ഉടനെ സോൾജിയറും ഇനോജിനും അവർ രണ്ടുപേരും ആ ഭാഗത്തേക്ക് ഓടിയെത്തും. അവിടെയാണെങ്കിൽ ഷിക്കഡായി അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. വാവ്, ഈനോജിൻ, സത്യത്തിൽ നീ ഞെട്ടിച്ചു കളഞ്ഞു. നീ ഇപ്പോൾ കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഈനോജിൻ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ഷിക്കഡായി തന്നെ നോക്കും. ആക്ച്വലി ഞാൻ സെൻസ് ചെയ്തത് നിന്നെയല്ല, വേറെ ആരോ ഒരാൾ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടുന്ന് പാസ് ചെയ്ത് പോയെന്ന് പറയും. അത് കേട്ട് ഷിക്കഡായും ആ സോൾജിയറും രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഷിക്കഡായി ആണെങ്കിൽ തീർത്തു പറയും, അയ്യോ ഇല്ല, ഇത് വെറും ടെസ്റ്റ് മാത്രമാണ്. റിയൽ ആയിട്ട് ആരും ഇവിടേക്ക് വന്നിട്ടില്ല. ഏനോജിനാണെങ്കിൽ വീണ്ടും സെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഓൾറെഡി അവൻ ഒരുപാട് ചക്ര പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊണ്ടിപ്പോൾ സെൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. അവന്റെ ടെൻഷനും വിഷമവും ഒക്കെ കണ്ട് ആ സോൾജിയർ അവനോട് പറയും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ ബേസിൽ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ആരെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഇവിടെ ഉണ്ടോ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ചെക്ക് ചെയ്യാണ്. ഉടനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ലേഡി ആണെങ്കിൽ വെരിഫൈ ചെയ്യും. അവള് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ചിക്കടയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോയത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി തന്നെയാണെന്ന് പറയും. പക്ഷേ വിനോജിനാണെങ്കിൽ തീർത്തു പറയും, ഒരിക്കലും അല്ല, അവന്റെ ബോഡിയിൽ മറ്റൊരു പവറാണ് എനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞത്. അവന്റെ ചക്ര പവർ അത് ഡിഫറെന്റ് ആയിരുന്നു. ഉടനെ ഷിക്കഡായി ആണെങ്കിൽ ഇപ്പൊ സോൾജിയറിനോട് പറയും, ഓക്കെ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് കേട്ട ആ സോൾജിയർ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഷിക്കഡയും ഈനോജിനും ബൊറൂട്ടോയും അവർ 3 പേരും ആ വർക്ക് സൈറ്റിലേക്ക് വന്ന് അവിടെയുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് അത് ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും അവരൊരു കാര്യം മനസ്സിലാക്കുക, ഷിക്കഡയുടെ അടുത്തൂടെ പാസ് ചെയ്തു പോയ ആ ആളിന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അങ്ങനെയെങ്കിൽ അവന്റെ രൂപത്തിൽ അവന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് അതിലൂടെ കടന്നു പോയത് അതാരായിരിക്കും എന്ന് അവർ ചിന്തിക്കും. ഉടനെ അവിടെയുള്ള വേറൊരു എംപ്ലോയി അവൻ പറയും, ആക്ച്വലി ആ ഒരു സ്റ്റാഫ് ഇപ്പോൾ ഈ ഐലാൻഡിലില്ല. ഒരു വെഡ്ഡിംഗ് പർപ്പസിന് വേണ്ടി അവൻ മറ്റൊരു ഐലാൻഡിലേക്ക് പോയി. ഞാനാണ് അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കും. ഷിക്കടയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. പക്ഷെ അവനാണെങ്കിൽ തീർത്ത് പറയും, ഒരു കാരണവശാലും ചക്ര നേച്ചർ അടക്കം ഒരാൾക്ക് കോപ്പി ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ ജിപ്സുകളിലൂടെ ഇവിടേക്ക് കടന്നു വരാൻ കഴിയില്ല. ഇതിൽ മറ്റെന്തോ ചില കാര്യങ്ങളുണ്ട്. ഷിക്കഡായി വീണ്ടും ആ ബിങ്കോ ബുക്ക് അത് അരിച്ചു പെറുക്കും. അതിൽ നിന്ന് ചക്ര നേച്ചർ ചേഞ്ച് ചെയ്യുന്ന ഒരാളെ ആദ്യമായിട്ട് അവൻ കണ്ടുപിടിക്കും. ഒരുപക്ഷെ ഇവനായിരിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ. ഇവൻ സത്യത്തിൽ ഒരു കള്ളനാണ്. സോ ഇവനാണോ ഇവിടേക്ക് വന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. ബൊറൂട്ടോ ഏനോടെ കൈ പിടിച്ച് പറയും, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് അവനെ സെൻസ് ചെയ്ത് കണ്ടെത്താൻ കഴിയും. അതിന് ഏനോജിനെ ഓക്കെ പറഞ്ഞ് അവൻ ഈ കാര്യങ്ങൾ അവന്റെ അമ്മ ഏനോയെ അറിയിക്കുകയാണ്. ഏനോ ആണെങ്കിൽ അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം ബൊറൂട്ടോയും ഷിക്കഡയും ഏനോജിനും ഒരു 3 പേരും ആ തൊഴിലാളികളുടെ സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും അവരവരുടെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ഏനോജിനാണെങ്കിൽ ഞൊടിയിടയിൽ സൂപ്പർ ബീസ്റ്റ് സ്ക്രോള് അതുപയോഗിച്ച് ഒരുപാട് ബേർഡ്സിനെ അവിടേക്ക് പറത്തി വിടുകയാണ്. അവനാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ
അവൻ്റെ ബേർഡ്സ് പവർ ഉപയോഗിച്ച് ആ ഒരു വില്ലനെ അവനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി ആ കള്ളനെ അവനെ ഇട്ടിച്ച് താഴെയിടും. അവൻ്റെ ട്രാൻസ്ഫർമേഷൻ ജിപ്സു അതങ്ങനെ ബ്രേക്ക് ആവുകയാണ്. അവനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഈനോജിൻ ആണെങ്കിൽ അവനെ അവിടെ വെച്ച് ഷിക്കടയാണെങ്കിൽ അവൻ്റെ ഷാഡോ പവർ ഉപയോഗിച്ച് അങ്ങനെ ഫ്രീസ് ചെയ്യും. ഈനോജിൻ അവനങ്ങനെ പറന്നു വന്ന് അവനെ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും. ഈനോയ്ക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര സന്തോഷം. ഒടുവിൽ അവളുടെ മകൻ കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പഠിച്ചു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഈനോയും ഈനോജിനും അവർ രണ്ടുപേരും ഇപ്പൊ ഹായിയായി ഹാപ്പിയായി നടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.